നമ്മളിപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഞാനും പിന്നെ കാശിയും അച്ഛനും അമ്മയും എൻ്റെ അമ്മയും കൂടിയിട്ട് നമ്മൾ മംഗലാപുരം പോകാൻ നിൽക്കുക. അപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ കാശീൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയായിട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ കാശി പിന്നെ എന്താ വിജയശേഖരൻ ഉണ്ടായിരുന്നു. വിജയശേഖരൻ ഇപ്പോൾ തലശ്ശേരി ആ ഭാഗത്തേക്ക് പോയി. അപ്പോൾ വേറൊരു ട്രെയിനിൽ ഇപ്പോൾ ജസ്റ്റ് പോയതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ട്രെയിൻ വരാൻ ലേറ്റായി. അങ്ങനെ നമ്മുടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട്. കാശി ഫുള്ള് എന്താ ഓന ഫസ്റ്റ് ടൈം ആട്ടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ വരുന്നത്. എന്ന് വെച്ചാൽ ട്രെയിൻ ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പിന്നെ വിജയശേഖരൻ പോകുമ്പോൾ ഭയങ്കര എന്തോ ഒരു പോലെ സാഡായിരുന്നു. കാരണം കുറേ അങ്ങോട്ട് ആ സൈഡ് പോയി, നമ്മളിനിപ്പോൾ പോകുന്നത് ഇങ്ങോട്ടേക്കല്ലേ. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല ട്രെയിനിൽ അവന് എങ്ങനെയാണെന്ന് അവനെ നോക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. നോക്കാം, നമുക്ക് എത്രത്തോളം അവൻ ഹാപ്പി ആവും അത്രത്തോളം നമുക്ക് അവനെ ഹാപ്പി ആക്കാൻ നോക്കാം. പിന്നെ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്, കയ്യിൽ അവന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കണം. പിന്നെന്താ വേറെ എന്ത് പറയാനൊന്നുമില്ല. ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ പോകുന്നുള്ളതിൽ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ്, എൻ്റെ മുത്തപ്പൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ പണ്ട് ഞാൻ ഒരു 2 വർഷം മുമ്പ് കാശി ആകുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും വിജയശേട്ടനും സെയിം അച്ഛനും അമ്മയും പിന്നെ ഹർഷിത്തും പ്രണീതിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പോക്കിൽ അവർ രണ്ടാളും ഇല്ല. ഹർഷിത്ത് നാട്ടിലില്ല, അതുപോലെ പ്രണീതിക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു യാത്രയിൽ അവരില്ല. അപ്പോൾ നമ്മൾ 4 പേരാട്ടാ. വിജയശേട്ടന് വർക്കുള്ളത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്തിട്ട് കാണിച്ചു തരാം. ട്രെയിനിൽ എങ്ങനെ കാശി നോക്കട്ടെ, അറിയില്ല എത്രത്തോളം അടങ്ങിയിരിക്കും അറിയില്ല. കരച്ചിലാണെങ്കിൽ കഷ്ടത്തിലാവും നമ്മളവസ്ഥ അല്ലേ അച്ഛാ. അച്ഛനവിടെ ഉണ്ട്, അതേപോലെ കാശി അമ്മയും അവിടെ നിൽക്കുന്നുണ്ടോ, അവനിങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. മാക്സിമം ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, കേൾക്കുമോ എന്നുള്ളത് അറിയില്ല. അച്ഛൻ്റെ മതി ഓവറാക്കണ്ട, എല്ലാവരും നോക്കുന്നുണ്ട്. ഓക്കെ ആയോ? അങ്ങോട്ടില്ലേ അങ്ങോട്ട് പോണ്ട വാവേ. അച്ഛാ കുപ്പി കാണിക്കണ്ട, അത് കണ്ട ഇപ്പൊ ചോദിക്ക്. ശ്രദ്ധിച്ചു. അതാ ചക്ക നോയിക്കോളൂ. അതെ സാർ, അതല്ല ഈലെന്നെ പറഞ്ഞ
അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ട്രെയിൻ വന്നു, കുറച്ച് ലേറ്റ് ആയിരുന്നു എന്നാലും കയറി. പക്ഷേ ട്രെയിനിൽ നല്ല തിരക്കിട്ട, ഞാൻ വിചാരിച്ച പോലെ ഒന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. കാശിക്കും അതുപോലെ തന്നെ ഇറങ്ങി കളിക്കാൻ പറ്റിയിട്ട് അതിൽ എൻ്റെ മടിയിൽ തന്നെ ആയിരുന്നു. കാരണം തിരക്കുള്ളതുകൊണ്ട് ഞാൻ അവിടെ മോനെ ഇറക്കിയിട്ടൊന്നുമില്ല, എൻ്റെ മടിയിൽ തന്നെ ഇരുത്തി. പിന്നെ ഫസ്റ്റ് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിട്ട്, ആ കുഞ്ഞുള്ളത് കാരണം എനിക്ക് സീറ്റ് കിട്ടി. പിന്നെ അതേപോലെ കുറച്ച് നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തുമ്പോൾ അച്ഛൻ നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞെങ്കിലേ നല്ല മഴയായിരുന്നു. നമ്മൾ കാസർഗോഡ് നിന്ന് കയറുമ്പോൾ ഇവിടെ ഇല്ലായിരുന്നു, പക്ഷേ ഒരു കുമ്പളെല്ലാം കഴിഞ്ഞപ്പാട് നല്ല മഴ തുടങ്ങി. അതേപോലെ കാലാവസ്ഥ മൊത്തത്തിൽ മാറി, ഫുള്ള് ഇരുട്ട് പിടിച്ചിട്ട് ആ ഒരു അവസ്ഥയിലുണ്ടായിന്. പിന്നെന്താ കാശീനെ എന്നാലും ഞാൻ മാക്സിമം ഇങ്ങനെ പുറത്തെല്ലാം കാണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഓപ്പോസിറ്റിൽ ഒരു ചെക്കനൊരു പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കുറച്ച് കളിച്ചു. എല്ലാം വീഡിയോ ഒന്നും എടുത്തിട്ടാട്ടോ. ഇവർ ആൾക്കാർ കൂടുതലുള്ളത് കാരണം കുറേ ആൾ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയേണ്ട ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ല മഴയാട്ടെ, ഈ പുഴേൻ്റെ അതിൽ കൂടി പോകുമ്പോഴെല്ലാം വെള്ളം താഴെ താഴെ കഴിഞ്ഞു കാശി ദാദാ ഇച്ചിയതയച്ച്. Farooq University affordability zero bagat. Farooq University. നമ്മളങ്ങനെ ഇപ്പം ജസ്റ്റ് ട്രെയിൻ ഇറങ്ങിയിട്ടാ. ട്രെയിൻ ഇറങ്ങിയിട്ട് ചായ എന്തെങ്കിലും കുടിക്കണം. രാവിലെ കഴിച്ചിനി, ജസ്റ്റ് ഒന്ന് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കുറച്ച് കഴിക്കണം. അപ്പോൾ കാശി എനിക്ക് വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ട്രെയിനിൽ ഫുള്ള് സീറ്റ് ഉണ്ടായിരുന്നു, അല്ല സീറ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു ഫ്രീയിൽ കിട്ടിയിട്ടില്ല, അതിലൊരു സ്പേസ് കിട്ടിയിട്ട് അങ്ങനെ കുറച്ചിങ്ങനെ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയിട്ട. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ ജസ്റ്റ് ഇറങ്ങി. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മെട്രോ പ്ലാസ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കാണുന്നുണ്ട്. അറിയില്ല, നമുക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. സമയം 11:30 മണിയായി. കഴിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞിക്ക് കാശിക്കൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ കാശിക്ക് കൊടുക്കണം. കാശീനെ അച്ഛനെടുത്തോണ്ട് വരുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് ഇതിപ്പോൾ എങ്ങനെ വെച്ചാൽ അങ്ങോട്ട് പോലെ ഇപ്പുറത്തെ കൂടി പോണോ, ഇതിലെ കൂടി പോണ്ടി വരും. ഇവിടെ നല്ല മഴയായിട്ട്. നമ്മളെ നാട്ടില് കാസർഗോഡ് വലിയ മഴയൊന്നും ഇല്ല. ഇടയ്ക്ക് ഇപ്പം ചെറുങ്ങനെ പാർന്നല്ലാണ്ട് അങ്ങനെ മഴയൊന്നുമില്ല ഇവിടെ. പക്ഷെ നല്ല മഴ. ട്രെയിനിൽ വരുമ്പോൾ ഇല്ലേ മൊത്തം മഴ തന്നെ. ഗ്ലാസ് താഴ്ത്തിയിട്ടിട്ടാണ് വന്നേ. അത്രയ്ക്ക് മഴ. ഇപ്പം തന്നെ പാറുന്നുണ്ട് നല്ല രീതിയിൽ. മഴ പിടിച്ചിട്ടുണ്ട് നല്ലോളം. ഇപ്പം പോകുന്നത് ഏതിലോ കൂടി പോകുന്നുണ്ട്. വീണ് പല്ല് കഴിയുമെന്നറിയില്ല ഇപ്പം. നമ്മളുണ്ടല്ലോ ആ കാണുന്ന ഹോട്ടലിലായിട്ട് പോകാൻ വിചാരിച്ചാൽ അതിൽ എന്താ മെട്രോ ഹോട്ടലിനായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത ആ ഹോട്ടലിൽ പോകും. അങ്ങനെ നമ്മൾ ഞാനും അച്ഛനും അമ്മയും അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ചോദിക്കുന്നേരം അവർ പറഞ്ഞത് പിന്നെ റെസ്റ്റോറൻ്റ് അല്ല, ഇത് ഹോട്ടലാണ്, റൂംസുകളാണ് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ ചായയെല്ലാം കുടിച്ചിട്ട് നമ്മളൊരു ഓട്ടോ ആക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ഒരു പാനിപ്പൂരി ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ പിന്നെ എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെ പിന്നെ അത് കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് അത് കുറച്ച് കഴിച്ചു. ഒരു 5-6 ഞാൻ കഴിച്ചിട്ടുണ്ട്. മാക്സിമം ഞാൻ വയറ് നിറഞ്ഞ, ഞാൻ ഓൾറെഡി ചായ കുടിച്ച് വന്നതേ ഉള്ളൂ. അപ്പോഴത്തന്നെ ഇത് കാണുമ്പോൾ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ പിന്നെ അതും കഴിച്ചു. അച്ഛനപ്പോൾ എന്തോ ഫ്രൂട്ട്സ് എന്തോ വാങ്ങാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഏകദേശം 1 മണിക്കൂർ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.
ഹലോ, അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സമയം കേട്ടോ വീട്ടിലെത്തിയിട്ട്. അപ്പോൾ എനിക്ക് എത്തിയതേ ഉള്ളൂ. എത്തി ഭക്ഷണം കഴിച്ചു. അപ്പോൾ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, കാണിച്ചു തരാനൊന്നുമില്ല. കാശി ഫസ്റ്റ് ടൈം ട്രെയിനിൽ പോകുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ഞാൻ വിചാരിച്ച പോലെ ഒന്നും പറ്റിയില്ല. കാരണം ട്രെയിനിലൊന്നും പ്രത്യേകിച്ച് ഒരു സാധനം എടുക്കാനുണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ട്രെയിനിൽ ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ അതുപോലെ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. സീറ്റിലെല്ലാം ഫുൾ ആള്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.